നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ആസാദി ന്യൂസിന്റെ വിഷു ആശംസകൾ. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നിതീഷ് കുമാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന ശ്രമം. രണ്ടാം വട്ട ചർച്ചയ്ക്ക് അരങ്ങൊരുങ്ങുന്നു. ഗുണ്ടൽപേട്ടിൽ കാറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് കോഴിക്കോട് സ്വദേശികളായ 3 മലയാളികൾ മരിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പുരസ്കാര മികവിൽ സഞ്ജു സാംസൺ. റെക്കോർഡ് ഭേദിച്ച് വൈദ്യുതി ഉപഭോഗം. ക്ലാസ്സിൽ ഗെയിം കളിച്ചത് ചോദ്യം ചെയ്ത അധ്യാപകരുടെ മൂക്കിടിച്ച് തകർത്ത് വിദ്യാർത്ഥി. തൃശൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റടിച്ച് 2 മരണം. നിതിൻ ഉറങ്ങുന്ന മണ്ണിൽ കുടുംബത്തിന് വീട് വരും പ്രഖ്യാപിച്ച CPM. മൂഴിക്കൽ കൊലപാതകം 16 വരെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മോഷണം. പുറത്തറിച്ചതിരെ വൈരാഗ്യമെന്ന സംശയം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. റെക്കോർഡ് ഭേദിച്ചു വൈദ്യുതി ഉപഭോഗം. സംസ്ഥാനത്ത് ചൂട് കഠിനമായതോടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ. സംസ്ഥാനത്ത് കനത്തൽ വേനൽ തുടരുന്നതിന്റെ വൈദ്യുതി ഉപഭോഗം സർവകലാ റെക്കോർഡിലേക്ക്. ചരിത്രത്തിൽ ആദ്യമായി വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യം 5933 മെഗാവാട്ടായി ഉയർന്നു. ഇന്നലെ മാത്രം സംസ്ഥാനത്ത് ഉപയോഗിച്ചത് 112.1 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. വൈകുന്നേരത്തെ പീക്ക് സമയത്തെ ഉപഭോഗം 5933 മെഗാവാട്ടിലെത്തിയത് വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ച് പുതിയൊരു റെക്കോർഡാണ്. വേനൽ ചൂട് അസഹനീയമായ തുടരുന്നതും AC, കൂളർ തുടങ്ങിയ ഉപകരണങ്ങളുടെ അമിത ഉപയോഗവുമാണ് ഉപഭോഗം കുതിച്ചുയരാൻ കാരണം. വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. ക്ലാസ്സിൽ ഗെയിം കളിച്ചത് ചോദ്യം ചെയ്ത അധ്യാപികയുടെ മൂക്ക് ഇടിച്ചു തകർത്ത വിദ്യാർത്ഥി. ക്ലാസ്സിൽ ഗെയിം കളിച്ചത് ചോദ്യം ചെയ്ത അധ്യാപികയുടെ മൂക്ക് വിദ്യാർത്ഥി ഇടിച്ചു തകർത്തു. മാലിദ്വീപിലെ ഗതുദ്വീപിൽ ഗഫാദാൽ അഠോൾ സ്കൂളിലെ അധ്യാപികയും ചെങ്ങന്നൂർ തിട്ടമ്മൽ കല്ലൂർ ദീപക് ശശിയുടെയും ഭാര്യ സ്മിതി N പിള്ളയാണ് വിദ്യാർത്ഥിയുടെ ആക്രമണത്തിന് ഇരയായത്. ആക്രമണത്തിൽ സ്മിതിയുടെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുള്ളതിനാൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർ അറിയിച്ചു. ഏപ്രിൽ 12-നായിരുന്നു സംഭവം. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ലബോറട്ടറിയിൽ കമ്പ്യൂട്ടർ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഗെയിം കളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്മിത പലതവണ വിലക്കി. അത് മുഖവിലേക്കെടുക്കാതെ വിദ്യാർത്ഥി ഗെയിം കളി തുടർന്നു. ഇതുകണ്ട അധ്യാപിക സ്മിത വീഡിയോ പകർത്തി പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ചെയ്യുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥി അക്രമാസക്തമായത്. സ്മിതിയുടെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും മൂക്കിൽ തുടർച്ചയായി ഇടിക്കുകയുമായിരുന്നു. രക്തം വാർന്ന് ബോധരഹിതയായ സ്മിതിയെ മറ്റ് അധ്യാപകർ ചേർന്ന് ആംബുലൻസിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. മാലദ്വീപ് ഹൈക്കമ്മീഷണറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സ്മിതിയെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണെന്നും ഭർത്താവ് ദീപക് പറഞ്ഞു. 1 വർഷം മുമ്പാണ് സ്മിത മാലദ്വീപിൽ അധ്യാപികയായി ജോലിയിൽ ചേർന്നത്. സംഭവത്തിൽ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകി. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന ശ്രമം. രണ്ടാം വട്ട ചർച്ചകൾക്ക് അരങ്ങൊരുങ്ങുന്നു. പാകിസ്ഥാനിൽ ഇറാനും US തമ്മിൽ നടന്ന സമാധാന ചർച്ചകളുടെ ആദ്യഘട്ടം സംഘർഷങ്ങളുടെ തുടർച്ചയിൽ കലാശിച്ചെങ്കിലും രണ്ടാം വട്ടത്തിന് സാധ്യത തെളിഞ്ഞു. ആണവ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസമാണ് പ്രധാനമായും ചർച്ച പരാജയപ്പെടുന്നതിലേക്ക് എത്തിച്ചത്. ഇതിനിടയിൽ ഇസ്രായേലിന്റെ മേഖലയിലെ താൽപര്യങ്ങളും ലബനന് എതിരായ ആക്രമണം വിടവ് വർദ്ധിപ്പിച്ചു. രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് പാകിസ്ഥാൻ ഇരു രാജ്യങ്ങളെയും ക്ഷണിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുർക്കിയുടെയും ഈജിപ്തിന്റെയും പിന്തുണയോടെയാണ് രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നതെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനും അമേരിക്കയും ചർച്ചകളുമായി സഹകരിക്കാൻ തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞു. ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ചൊവ്വാഴ്ച ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനെ രാജി സമർപ്പിച്ചു. ബീഹാറിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ ലോക്ഭവനിൽ ഗവർണറെ കണ്ടതിന് ശേഷം രാജി വഹിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരി, JDU ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് സ്ല, സംസ്ഥാന മന്ത്രി വിജയ് ചൗധരി എന്നിവരും നിതീഷിനൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ബീഹാറിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ ഞാൻ തീരുമാനിച്ചു. അതിനാൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഗവർണറെ കണ്ടു രാജി സമർപ്പിച്ചു. പുതിയ സർക്കാർ ബീഹാറിലെ പ്രവർത്തനങ്ങൾ നോക്കും. പുതിയ സർക്കാരിന് എൻ്റെ പൂർണ്ണ സഹകരണവും മാർഗനിർദ്ദേശവും ഉണ്ടായിരിക്കും, നിതീഷ് കുമാർ പറഞ്ഞു. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ MLC സ്ഥാനവും 75-കാരനായ നിതീഷ് രാജിവെച്ചിരുന്നു. ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സമ്രാട് ചൗധരിയാണ് പുതിയ മുഖ്യമന്ത്രി. താരാപൂരിൽ നിന്നുള്ള MLA ആണ്. ബീഹാറിന്റെ ചരിത്രത്തിലെ ആദ്യ BJP മുഖ്യമന്ത്രിയാണ് സമ്രാട്. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ ക്യാബിനറ്റിന്റെ ഭാഗമായേക്കില്ലെന്നാണ് വാർത്തകൾ. ബീഹാറിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് നിതീഷ് കുമാർ. 2005-ലാണ് ആദ്യമായി മുഖ്യമന്ത്രിയായത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പുരസ്കാര മികവിൽ സഞ്ജു സാംസൺ.
അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച താരത്തിനുള്ള 2026 മാർച്ച് മാസത്തെ പുരസ്കാരം സഞ്ജു സാംസണ്. ഈ പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യ മലയാളി സഞ്ജുവായി. 2020 ലോകകപ്പിലെ അടിപൊളി പ്രകടനമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. IPL അരങ്ങേറ്റത്തിന്റെ 13ാമത്തെ വർഷത്തിലാണ് താരം ഈ പുരസ്കാരം നേട്ടത്തിലെത്തുന്നത്. വനിതാ വിഭാഗത്തിലെ പുരസ്കാരം ന്യൂസിലൻഡ് ഓൾറൗണ്ടർ മിലിക്കാർ സ്വന്തമാക്കി. ജസ്പ്രീത് ബുംറയായിരുന്നു ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഇന്ത്യൻ താരം. ബുംറയെ മറികടന്നാണ് സഞ്ജു പുരസ്കാരം സ്വന്തമാക്കിയത്. 2020 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്നു സഞ്ജു സാംസൺ. സഞ്ജുവിന്റെ പ്രകടനം ഇന്ത്യക്ക് ലോകകപ്പ് കിരീടം നിലനിർത്താനുള്ള മുൻതൂക്കം നൽകി. മാച്ചിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താകാതെ 97 റൺസ് സ്വന്തമാക്കി. ഇംഗ്ലണ്ടിനെതിരെ സെമിഫൈനലിൽ 89 റൺസും ന്യൂസിലൻഡിനെതിരെ ഫൈനലിൽ 89 റൺസും സഞ്ജു നേടിയിരുന്നു. നിലവിൽ IPL ചെന്നൈ സൂപ്പർ കിങ്സ് വേണ്ടിയാണ് കളിക്കുന്നത്. ഗുണ്ടൽപേട്ടിൽ കാറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് 3 മലയാളികൾ മരിച്ചു. കർണാടക ചാമരാജനഗറിലെ ദേശീയപാതയിൽ 766 ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത്. ആയിഷ നൂരി 41, നോഹ 19, മുഹമ്മദ് അസീർ 37 എന്നിവരാണ് മരിച്ചത്. മരണപ്പെട്ട 3 പേരും കോഴിക്കോട് ബേപ്പൂർ സ്വദേശികളാണ്. ഗുണ്ടൽപേട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരികയായിരുന്നു ടിപ്പർ ലോറി കാറിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആയിഷ നൂരിയും നോഹയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങി. മുഹമ്മദ് അസീറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. നാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് സഹോദരിയും കുട്ടികളെയും കൂട്ടിപ്പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചതെന്ന് പോലീസ് അറിയിച്ചു. മുഹമ്മദ് അസീർ ബംഗളൂരുവിൽ BML ജോലി ചെയ്തു വരികയായിരുന്നു. അപകടത്തിൽ 9 വയസ്സുകാരൻ നഹിയാനെ ഗുരുതര പരിക്കുകളോടെ മൈസൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്കായി മോർച്ചറിലേക്ക് മാറ്റിയിരുന്നു. ലോക മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷുവിനെ പുത്തൻ പ്രതീക്ഷകളുടെ വരവേൽക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളികളോടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു. നന്മയുടെയും മാനവീയതയുടെയും മൂല്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നേറാൻ വിഷു ആഘോഷങ്ങൾ പ്രചോദനമാകട്ടെ എന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. നിതിൻ ഉറങ്ങുന്ന മണ്ണിൽ കുടുംബത്തിന് വീട് വരും പ്രഖ്യാപിച്ച CPM. അധ്യാപകരുടെ ജാതീയ അധിക്ഷേപത്തെ തുടർന്ന് ജീവനൊടുക്കിയ നെടുമങ്ങാട് ഉൾമലയ്ക്കൽ സ്വദേശിയും അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥിയുമായ നിതിൻ രാജിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ച CPM. തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് CPM ജില്ലാ സെക്രട്ടറി A. റഹീം പ്രഖ്യാപനം നടത്തിയത്. മന്ത്രി വി. ശിവൻകുട്ടിയും G. സ്റ്റീഫൻ MLA ഒപ്പമുണ്ടായിരുന്നു. കേരളത്തെ ദുഃഖത്തിലാഴ്ത്തിയ ദുരന്ത വാർത്തയായിരുന്നു നിതിൻ രാജിന്റെ വിയോഗം. നിതിന്റെ മരണം ആ കുടുംബത്തെയാണ് അനാഥമാക്കിയത്. കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് CPM ഉറപ്പു നൽകി. എല്ലാ അർത്ഥത്തിലും നിതിന്റെ കുടുംബത്തോടൊപ്പം CPM ഉണ്ടാകും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇക്കാര്യം ഉറപ്പു നൽകി. മന്ത്രി വി. ശിവൻകുട്ടിയും നിതിന്റെ വീട് സന്ദർശിക്കും, കുടുംബത്തോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന ഉറപ്പും അദ്ദേഹം നൽകിയിരുന്നു. ഇതിനേറെ പശ്ചാത്തലത്തിൽ നടത്തിയ കൂടിയാലോചനയാണ് നിതിന്റെ കുടുംബത്തിന് CPM വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചത്. വീട് നിർമ്മിച്ചു നൽകുമെന്ന് വെറും പ്രഖ്യാപനം മാത്രമല്ല, മരിച്ച ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ലക്ഷ്യമെന്നും റഹീം കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 19-ാം തീയതി വൈകിട്ട് 5 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീടിന് തറക്കല്ലിടും. അടുത്ത ദിവസം തന്നെ വീട് നിർമ്മാണം ആരംഭിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. മിന്നൽ വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും റഹീം വ്യക്തമാക്കി. വീട് നിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിതിന്റെ കുടുംബവുമായി സംസാരിച്ചതായും തങ്ങളുടെ അഭിപ്രായത്തെ കുടുംബം അംഗീകരിച്ചതായും റഹീം അറിയിച്ചു. മൂഴിക്കൽ കൊലപാതകം 16 കൊലപ്പെടുത്തിയതിന് പിന്നിൽ മോഷണം പുറത്തറിയിച്ചതിലെ വൈരാഗ്യമെന്ന് സംശയം. കോഴിക്കോട് മൂഴിക്കലിൽ 16 കൊലപ്പെടുത്തിയത് മാതൃസഹോദരിയുടെ മകൻ. ചെലവൂർ ഈസ്റ്റ് മൂഴിക്കൽ പുത്തൻകുഴിയിൽ നിസാറിന്റെയും റംസീനുടെയും മകൾ നസ്രിയ 16 ദാരുണമായി കൊല്ലപ്പെട്ടത്. റംസീനുടെ സഹോദരി ഹസീനുടെ നല്ലളം ഭാവനത്തിലും KP ഹോമിൽ അഷ്റഫിന്റെയും മകൻ അദ്നാനാണ് 20 കൊല നടത്തിയത്. നസ്രിനെ കൊന്ന ശേഷം അദ്നാൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്നാണ് പോലീസിന്റെ നിഗമനം. കൃത്യമായ ആസൂത്രണത്തോടെയാണ് അദ്നാൻ കൊല ചെയ്തതെന്നാണ് പോലീസ് പറഞ്ഞു. രാത്രി വീടിന്റെ പിൻഭാഗത്തു കൂടി വീട്ടിനുള്ളിൽ കയറിയ അദ്നാൻ CCTV തിരിച്ചു വെച്ചു. അദ്നാൻ വീടിനുള്ളിൽ കയറുന്ന ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. മുറിയിൽ കയറി ഒളിച്ചിരുന്ന അദ്നാൻ പുലർച്ചെയോടെയാണ് നസ്രീനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. നസ്രീനെയും ഉമ്മ റംസീനെയും 2 സഹോദരങ്ങളും വലിയമ്മ സഫിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. രാത്രി വീട്ടിനുള്ളിൽ എത്തിയ അദ്നാൻ നസ്രിയെ ശ്വാസം മുട്ടിച്ചു കൊന്ന ശേഷം വലിയമ്മ സഫിയുടെ മുറിയിലെത്തി അവരെയും വകവരുത്താൻ ശ്രമിച്ചു. ശബ്ദം കേട്ടുടർന്ന സഫിയ ബഹളം വെച്ചതോടെ ആളുകൾ ഓടിക്കൂടി. പിന്നാലെ അകത്തെ മുറിയിൽ കയറി അദ്നാൻ വാതിലടച്ചു. വീട്ടുകാരെത്തിയപ്പോൾ നസ്രീന മുറിയിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. നസ്രീനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് മറ്റൊരു മുറിയിൽ അദ്നാനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ച നിലയിലായിരുന്നു. സംഭവത്തെക്കുറിച്ച് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് ഇങ്ങനെ: അദ്നാൻ നേരത്തെ വീട്ടിൽ നിന്ന് 50,000 രൂപ മോഷ്ടിക്കുന്നത് നസ്രീനെ കണ്ടിരുന്നു. പണം അദ്നാന്റെ അലമാരയിൽ നിന്ന് കണ്ടെടുത്തോടെ ഇയാൾ വീട്ടിലേക്ക് വരുന്നത് വിലക്കിയിരുന്നു. ഇതാണ് കൊലപാതകത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അദ്നാന്റെ മൃതദേഹം കബറടക്കി. ഉപ്പ നിസാർ വിദേശത്തിനെത്തിയ ശേഷമാകും നസ്രീനുടെ കബറടക്കം. അൾട്രാ വയലറ്റ് വികിരണ തോത് കൂടുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്.
സംസ്ഥാനത്ത് ചൂടിനൊപ്പം അൾട്രാ വയലറ്റ് തരംഗങ്ങളുടെ സൂചിക ഉയരുന്നു. 4 ജില്ലകളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് വികിരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നിവിടങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 7 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ജനങ്ങൾ ഗൗരവകരമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അൾട്രാ വയലറ്റ് സൂചിക അനുസരിച്ച് 8 മുതൽ 10 വരെയാണ് ഓറഞ്ച് അലർട്ടിന്റെ പരിധിയിൽ വരുന്നത്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവല്ലയിലെ പരിപാടിക്കിടെ SHOയെ കൈയേറ്റം ചെയ്ത സംഭവത്തിൽ SIക്ക് സസ്പെൻഷൻ. മ്യൂസിയം സ്റ്റേഷനിലെ പ്രൊബേഷൻ SI കൃഷ്ണമോഹനെയാണ് സസ്പെൻഡ് ചെയ്തത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടേതാണ് നടപടി. ഡ്യൂട്ടീസ് തടസ്സപ്പെടുത്തുകയും SHOയുടെ നെയിം പ്ലേറ്റ് വലിച്ചെറിയുകയും ചെയ്തെന്നാണ് പരാതി ഉയർന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ മദ്യവെച്ചിന് വിഴിഞ്ഞ സ്റ്റേഷനിലെ ഗ്രേഡ് SI സതീഷ് കുമാർ, ഗുണ്ടാ നേതാവ് പുത്തൻപാലം രാജേഷുമായി ബന്ധമുണ്ടെന്ന വിഷയത്തിൽപ്പെട്ട പേട്ട സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീകുമാർ എന്നിവരെയും സസ്പെൻഡ് ചെയ്തു. വിഷയത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. തൃശൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റടിച്ച് 2 മരണം. നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. സംസ്ഥാന പാതയിൽ വാടാനപ്പള്ളി കാരമുക്കിൽ മാങ്ങാട്ടോല റോഡിന് സമീപമുണ്ടായ അപകടത്തിൽ അന്തിക്കാട് ആലിനിക്കീഴിൽ കോൾപ്പാടം റോഡിന് പൂക്കാട്ടെ അശ്വിൻ കുഞ്ഞൻ 23, കണ്ടശങ്കടവ് മാമ്പള്ളി തയ്യൽ വിഷ്ണു 20 എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 10:30ഓടെയായിരുന്നു അപകടം നടന്നത്. വിഷു ആഘോഷത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ കണ്ട് മടങ്ങുന്നതിനിടെ യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് മാങ്ങോട്ടുകര സബ് റോഡിന് സമീപം നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റ് അടിക്കുകയായിരുന്നു. പരിസരവാസികളും യാത്രക്കാരും ചേർന്ന് ഇരുവരെയും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.